ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫസ്റ്റ് ടൈമാണ് ചാനൽ കാണുന്നെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ഓരോ ഇൻ്റർവ്യൂസ് വരാറുണ്ട്. ഒരു 1 മന്ത് മുന്നേ നമ്മുടെ മേഘ്ന വിൻസെന്റ്, നമ്മുടെ സീരിയൽ ആക്ട്രസ് ആയിട്ടുള്ള മേഘ്ന വിൻസെന്റ്, പുള്ളിക്കാരി ഡിവോഴ്സി ആണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം മേഘ്ന വിൻസെന്റിന്റെ ഇന്റർവ്യൂ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. രമ്യ എന്ന് പറഞ്ഞൊരു ആങ്കറാണ് അത് ഹോസ്റ്റ് ചെയ്തേക്കുന്നത്. ആ ഒരു ഇന്റർവ്യൂവിനെ പറ്റിയിട്ടുള്ള കുറേ വിവാദങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു രമ്യ എന്ന് പറഞ്ഞ ആങ്കർക്കെതിരെ. കാരണം ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ കുത്തി ചോദിച്ചു. അതായത് ഡിവോഴ്സ് ആന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം എന്തുമാത്രം പെയിൻഫുൾ ആണ്. പുറമേ കാണുന്നവരോട് ഞാൻ ഡിവോഴ്സ് ആയി എന്ന് ചിലപ്പോൾ സന്തോഷത്തിൽ പറയുന്നുണ്ടെങ്കിൽ പോലും അത് അനുഭവിച്ച് ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ആ ഒരു സിറ്റുവേഷൻ്റെ പെയിൻ എത്രത്തോളം ഉണ്ടെന്ന് അറിയുള്ളൂ. അപ്പം അങ്ങനെ ഇരിക്കുന്ന ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടുള്ള മേഘ്ന വിൻസെന്റിനോട് രമ്യ എന്ന് പറയുന്ന ആങ്കർ പേഴ്സണൽ കാര്യങ്ങൾ കഴിഞ്ഞു പോയത്, അതും റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞൊന്നുമല്ല, 3-4 വർഷം മുന്നേ കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ കുത്തി ചോദിച്ചിട്ട് ഒരുപാട് വിവാദം നേരിട്ടിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു അത്. അന്ന് രമ്യനോട് ഒരുപാട് കമൻസിലൂടെ ഒരുപാട് ജനങ്ങൾ പോയി പറഞ്ഞതാണ്, ഇതുപോലുള്ള പേഴ്സണൽ കാര്യങ്ങൾ കുത്തി പറയല്ലേ, മനുഷ്യൻ്റെ മനസ്സ് വേദനിപ്പിക്കല്ലേ എന്ന് രമ്യയോട് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ രമ്യ എന്ന് പറഞ്ഞ ആക്ടർക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല ഇന്നും. ഇപ്പം റീസെൻ്റ് ആയിട്ട് ഒരു 2 days മുന്നേ സെയിം ഇതുപോലെ ഒരു ഡിവോഴ്സിയാണ് നമ്മുടെ അഞ്ജു ജോസഫ് എന്ന് പറയുന്ന ഒരു സിംഗർ. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഈ ഐഡിയ സ്റ്റാർ സിംഗർ എന്ന് പറഞ്ഞ ഒരു റിയാലിറ്റി ഷോയിൽ കൂടെ മുന്നോട്ട് വന്നിട്ടുള്ള ഒരു സിംഗറാണ് അഞ്ജു ജോസഫ്. ഇതാണ് വ്യക്തി. അപ്പോൾ ഈ പുള്ളിക്കാരിൻ്റെ ഒരു ഇൻ്റർവ്യൂ നമ്മുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെയും സെയിം കാര്യങ്ങൾ തന്നെയാണ് ആവർത്തിച്ചേക്കുന്നത്. കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ, അഞ്ജു ജോസഫും ഡിവോഴ്സ് ചെയ്യാൻ നമുക്കറിയാം. ഈ അഞ്ജു ജോസഫിൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ള കാര്യങ്ങളും ഡിവോഴ്സിന് എന്താണ് ഡിവോഴ്സ് ആവാനുള്ള കാരണം എന്നിങ്ങനെയുള്ള പേഴ്സണൽ അവർക്ക് പറയാൻ താല്പര്യമില്ല എന്ന് അവർ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് കൂടിയും പിന്നെയും കുത്തി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് കണ്ടു നോക്കാം. സിൻഡ്രോം ആയിരിക്കുമോ? OCD അല്ല, അതിന് അതിൻ്റെതായിട്ടുള്ള പ്രോപ്പർ റീസൺസ് ഉണ്ട്. പക്ഷേ ഐ കാൺ റിവീൽ ചെയ്യാൻ പറ്റില്ല. ഒരു ധാരണയാണ് എനിക്ക്. ഇപ്പൊ ഉള്ള എൻ്റെ സൈക്യാട്രിസ്റ്റ് അല്ല, പക്ഷെ അതിന് മുന്നേ ഉണ്ടായിരുന്ന പുള്ളി എനിക്ക് പറഞ്ഞു തന്നൊരു കാര്യമുണ്ട്. ഇഫ് യു കനോട്ട്, എല്ലാവർക്കും ഉള്ളൊരു ചോദ്യമാണ് ഹൗ ക്യാൻ യു സ്റ്റോപ്പ് ലവിങ് എ പേഴ്സൺ എന്നുള്ളത്. ദാറ്റ്സ് എ ബിഗ് ക്വസ്റ്റ്യൻ, റൈറ്റ്? അത് എനിക്ക് കോൺസ്റ്റന്റ് ആയിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറേ പിള്ളേരുണ്ട്, കൊച്ചു പിള്ളേര് ഈ റിലേഷൻഷിപ്പിൽ പെട്ടിട്ട് നല്ല റിലേഷൻഷിപ്പിലായിട്ട് അവർക്ക് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞിട്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് വിളിക്കുന്ന കുറേ പേരുണ്ട്. അപ്പൊ ഇവരുടെ ഒക്കെ ഒരു മെയിൻ ചോദ്യമാണ് ഹൗ ക്യാൻ വി സ്റ്റോപ്പ് ലവിങ് എ പേഴ്സൺ. അപ്പോ ഞാൻ ഇത് ആ ഇന്റർവ്യൂവിന്റെ ചെറിയൊരു ക്ലിപ്പിംഗ്സ് മാത്രമാണ്. ആ ഇന്റർവ്യൂവിലുടനീളം ഇതുപോലുള്ള അവൾക്ക് അഞ്ജു ജോസഫിന് പറയാൻ താല്പര്യമില്ലാത്ത കഴിഞ്ഞു പോയ പാസ്റ്റിനെ പറ്റി തന്നെയാണ് 90% ഈ രമ്യ എന്ന് പറയുന്ന ആങ്കർ കുത്തി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ആ ഒരു ഇന്റർവ്യൂ പോയി കാണാവുന്നതാണ്. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലിനകത്താണ് ഉള്ളത്. അപ്പോൾ എനിക്ക് ഈ രമ്യയോടാണ് പറയാനുള്ളത്, നിങ്ങൾ ചിലപ്പോൾ കല്യാണം കഴിഞ്ഞ് ഫാമിലി ആയിട്ട് നല്ല ഹാപ്പി ആയിട്ടായിരിക്കും ജീവിക്കുന്നുണ്ടാവുക. ഡിവോഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനാണ്. കാണുന്നവർക്ക് ചിലപ്പം എളുപ്പമാണെങ്കിലും ആ ഒരു പ്രോസസ്സിൽ അല്ലെങ്കിൽ ആ ഒരു ഡിവോഴ്സ് എന്ന് പറയുന്ന സിറ്റുവേഷനിലൂടെ കടന്നുപോയ വ്യക്തികൾക്ക് മാത്രമേ അതിൻ്റെ പെയിൻ എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ദയവേദി ഇതുപോലുള്ള പേഴ്സണൽ കാര്യങ്ങളൊന്നും കുത്തി ചോദിക്കാതിരിക്കുക. നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും മുന്നിലിരിക്കുന്ന ആൾക്കത് പറയാൻ താല്പര്യമില്ല, പക്ഷേ പിന്നെയും നിങ്ങൾ കുത്തി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ നിങ്ങളുടെ ഒരു ചാനലിൻ്റെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം ഇതുപോലുള്ള കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് കാണാൻ ക്യൂരിയോസിറ്റി ഉണ്ടാകും, ആൾക്കാർക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടാകും. അതുകൊണ്ട് മാത്രമായിരിക്കും നിങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ കുത്തി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനൊക്കെ അപ്പുറം ഈ ഒരു ചാനൽ റേറ്റിംഗ്, അതുപോലെ ഫെയിം ആകുക, ഇതിനൊക്കെ അപ്പുറം മനുഷ്യൻ്റെ മനസ്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് നിങ്ങൾ കാണാൻ ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.